ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു മധുര പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. വെൽക്കം ടു മൈ ചാനൽ. ഉണ്ടാക്കാനായിട്ട് ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് 6 ടീസ്പൂണോളം നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നെയ്യ് നല്ലതുപോലെ ചൂടാവുമ്പോൾ ഞാനതിലേക്ക് ബദാം ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അതും നട്ട്സ് ഏതൊക്കെയുള്ളത് അതൊക്കെ നമുക്കിത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ബദാം മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ അത് നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്കതൊന്ന് കോരി മാറ്റാം. ഇനി ആ കടായിലേക്ക് തന്നെ ഞാൻ 1.5 കപ്പോളം സേമിയ ഒന്ന് വറുത്തെടുക്കാനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഒന്ന് വറുക്കാം. ജസ്റ്റ് അതിൻ്റെ കളറൊന്ന് മാറിയാൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ സേമിയയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇനി ആ കടായിലേക്ക് 1 ഗ്ലാസ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങാപ്പാലിന് പകരം സാദാ പാലും ചേർത്ത് കൊടുക്കുക. ഇനി അതിലേക്ക് 1 കപ്പ് പഞ്ചസാര, കുറച്ച് ഏലക്കാപ്പൊടി, ഒരു നുള്ളു ഉപ്പൂടെ ചേർത്തിട്ട് നമുക്കത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ തേങ്ങാപ്പാൽ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഫുഡ് കളറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞ കളറാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓറഞ്ച് ആയാലും നല്ലതായിരിക്കും. ഇനി ഞാനതിലേക്ക് വറുത്ത സേമിയ ഇട്ട് കൊടുക്കുകയാണ്. സേമിക്ക് റവ പോലെയല്ല കേട്ടോ, അത്യാവശ്യം വേവുണ്ടാകും. അപ്പോൾ നമുക്കതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഒരു 3-4 മിനിറ്റോളം ഞാൻ വേവിച്ചതിന് ശേഷമാണ് സേമിയ വെന്ത് വന്നത്. അതുകൊണ്ട് നമുക്ക് സേമിയ വേവോളം ഒന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. ഞാനിവിടെ പഞ്ചസാര 1 കപ്പാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് മധുരം കുറവ് വേണമെന്നുണ്ടെങ്കിൽ അതിനേക്കാളും കുറച്ചാൽ മതി. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനേക്കാളും ഒന്നുകൂടെ കൂട്ടിയാൽ മതി. ഞാനിവിടെ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ സേമിയ വെന്തിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ വിട്ട് വരുന്നുണ്ട്. നമുക്ക് മിക്സ് ചെയ്യുമ്പോൾ മനസ്സിലാകും നമ്മുടെ കടായിൽ നിന്ന് നല്ലതുപോലെ വിട്ട് വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള ബദാം അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യൊന്ന് ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തുകൊണ്ട് ഞാനൊരു ട്രേയിലേക്ക് മാറ്റാണ്. അപ്പം ഞാനിവിടെ ട്രേ എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ചൊന്ന് ഓയിലൊന്ന് തടവിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സേമിയ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അത് നല്ലതുപോലെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമുക്കത് കട്ട് ചെയ്തെങ്ങാണ്ട് കഴിക്കാനുള്ളതാണ്. അപ്പം നല്ലതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ട് അപ്പോൾ നമ്മുടെ സെമിയ കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ തണുപ്പിക്കാതെയാണ് കഴിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തണുപ്പിച്ചും കഴിക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു കിടിലൻ റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബായ്.